സ്വന്തം മകൻ നല്ലൊരു വസ്ത്രമോ ഭക്ഷണമോ വാങ്ങിക്കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത ഒരു സാധാരണക്കാരൻ അതേ ബാങ്കിൽ നടക്കുന്ന ചില തിരിമറികൾ മനസ്സിലാക്കി കോടികൾ സമ്പാദിച്ചാലോ? ആദ്യം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ തിരിമറി പിന്നീട് കോടികളുടെ വലിയൊരു കളിയായി മാറുന്നു. പക്ഷേ പണം കൂടുന്നതിനൊപ്പം ഭാസ്കറിന്റെ പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തുന്നു. എല്ലാവരെയും കബളിപ്പിച്ച് ഭാസ്കർ എങ്ങനെ ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടുന്നു? ഇതാണ് ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ കഥ. 1992 മാർച്ച് 29 പെട്ടെന്ന് ഭാസ്കറിന്റെ വീട്ടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നു. ബാങ്കിൽ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്. ആ തട്ടിപ്പിൽ ഭാസ്കറിനും പങ്കുണ്ടെന്ന് ആരോപിച്ച് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പിൽ ഭാസ്കർ എങ്ങനെയാണ് കുടുങ്ങിയത്? അത് അറിയാൻ കഥ 3 വർഷം പിന്നിലേക്ക് പോകുകയാണ്. 1989 ബോംബെയിലെ മഗധ ബാങ്കിൽ വെറും 6000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണ ക്യാഷ്യറാണ് ഭാസ്കർ. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും പ്രൊമോഷൻ ലഭിക്കുന്നില്ല. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, മകന്റെ കാര്യങ്ങൾ എല്ലാം കൂടി ഭാസ്കറിനെ വലിയ വിഷമത്തിലാക്കുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ബാങ്കിൽ നടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ ഭാസ്കറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സാധാരണ ജീവനക്കാർക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ചില പഴുതുകൾ അയാൾ മനസ്സിലാക്കുന്നു. കുടുംബത്തെ കരകയറ്റാനുള്ള ആഗ്രഹത്തിൽ ഭാസ്കർ ആദ്യമായി ബാങ്കിലെ പണം ഉപയോഗിച്ച് ഒരു തിരിമറി നടത്തുന്നു. അവിടെ നിന്നാണ് അയാളുടെ ജീവിതം മാറിത്തുടങ്ങുന്നത്. ഇതിനിടയിലാണ് ആന്റണി എന്നയാൾ ഭാസ്കറിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. നിയമവിരുദ്ധമായി ടെലിവിഷനുകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന വ്യാപാരമാണ് ആന്റണി നടത്തുന്നത്. ഭാസ്കറിന്റെ പണം ഉപയോഗിച്ച് വലിയൊരു ഇടപാട് നടത്തുന്നു. ആദ്യമൊക്കെ ഭാസ്കറിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ ഇടപാട് വിജയിക്കുന്നു. ഭാസ്കറിന്റെ കയ്യിൽ വലിയൊരു തുക എത്തുന്നു. അയാൾക്ക് മനസ്സിലാകുന്നു, ഇതിലൂടെ ഇനിയും കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയും. ബാങ്കിലെ ജോലി കാരണം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഭാസ്കറിന് നല്ല അറിവുണ്ട്. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകളിലും ഓഹരി വിപണിയിലും നടക്കുന്ന കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ ഭാസ്കർ കണ്ടെത്തുന്നു. പതിയെ ചെറിയ ഇടപാടുകൾ വലിയ ഇടപാടുകളായി മാറുന്നു. ഇനി ഭാസ്കർ വെറുമൊരു ബാങ്ക് ജീവനക്കാരനല്ല. കോടികളുടെ പണത്തിന്റെ ലോകത്തേക്ക് അയാൾ കടന്നുകഴിഞ്ഞു. ഇതിനിടയിൽ വലിയ സാമ്പത്തിക ഇടപാടുകാരനായ ഹർഷമേയുമായി ഭാസ്കരൻ ബന്ധം ഉണ്ടാകുന്നു. ബാങ്കിൽ നിന്ന് വലിയ തുകകൾ താൽക്കാലികമായി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇടപാടുകൾ നടക്കുന്നത്. ആ പണം പിന്നീട് ഓഹരി വിപണിയിൽ ഉപയോഗിച്ച് വലിയ ലാഭം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഭാസ്കർ ഈ കളിയുടെ വലുപ്പം മനസ്സിലാക്കുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്മാറുന്നതിന് പകരം തനിക്കും അതിൽ നിന്ന് ലാഭം വേണമെന്ന് തീരുമാനിക്കുന്നു. പണം ഒഴുകിത്തുടങ്ങിയതോടെ ഭാസ്കറിന്റെ ജീവിതവും മാറുന്നു. മുമ്പ് ഓരോ രൂപയും സൂക്ഷിച്ച് ചെലവാക്കിയിരുന്ന കുടുംബം ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് മാറുന്നു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സഹോദരിയുടെ വിവാഹം വലിയ രീതിയിൽ നടത്തുന്നു. മകന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. ഒരിക്കൽ പണത്തിനായി വിഷമിച്ചിരുന്ന ഭാസ്കർ ഇപ്പോൾ പണം എണ്ണിത്തീർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തുന്നു. പക്ഷേ ഭാസ്കറിന്റെ ഭാര്യ സുമതിക്ക് ഒരു സംശയം തോന്നുന്നു. ഇത്രയും പണം പെട്ടെന്ന് എവിടെ നിന്നാണ് വരുന്നത്? ഭാസ്കർ പറയുന്നതുപോലെ ഇത് സാധാരണ ജോലിയിൽ നിന്നുള്ള വരുമാനമല്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഭർത്താവ് എന്തോ മറച്ചുവെക്കുന്നുണ്ടെന്ന് സുമതി തിരിച്ചറിയുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നു. പണം വന്നതോടെ ഭാസ്കറിന്റെ സ്വഭാവത്തിലും മാറ്റം വരുന്നു. മുമ്പ് കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അയാൾ ഇപ്പോൾ പണത്തിന്റെ ശക്തിയിൽ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനാകുന്നു. താൻ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന ചിന്ത പതിയെ വളരുന്നു. പക്ഷേ പണത്തിന്റെ അളവ് കൂടുന്നതിനൊപ്പം അപകടവും കൂടുന്നുണ്ടായിരുന്നു. ഭാസ്കറിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ അച്ഛനായ പ്രഹ്ലാദ് ശ്രദ്ധിക്കുന്നുണ്ട്. മകന്റെ കയ്യിൽ ഇത്രയും പണം എങ്ങനെ വന്നുവെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഭാസ്കറിന് അച്ഛൻ മുന്നറിയിപ്പ് നൽകുന്നു. പണം നേടുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിനുവേണ്ടി ജീവിതവും കുടുംബവും നഷ്ടപ്പെടുത്തരുത്. ഈ വാക്കുകൾ ഭാസ്കറിന്റെ മനസ്സിൽ പതിയുന്നു. ഇതിനിടയിലാണ് ഭാസ്കർ ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ വലുപ്പം പുറത്തുവരുന്നത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് വലിയ തുകകൾ കൈമാറുന്നുണ്ട്. ആ പണം ഓഹരി വിപണിയിൽ ഉപയോഗിച്ച് വലിയ ലാഭം നേടുന്നു. ഇത് ചെറിയൊരു തിരിമറിയല്ല. കോടിക്കണക്കിന് രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ ഭാസ്കറും ഈ കളിയുടെ പ്രധാനപ്പെട്ട ഭാഗമായി കഴിഞ്ഞു.
തട്ടിപ്പിനെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നു. ബാങ്കിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഭാസ്കരൻ മനസ്സിലാകുന്നു. ഇനി ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും ഭാസ്കരന്റെ ജീവിതം മുഴുവൻ തകരും. താൻ സമ്പാദിച്ച പണവും നഷ്ടപ്പെടും. കുടുംബവും അപകടത്തിലാകും. അതുകൊണ്ട് ഭാസ്കർ ഒരു അവസാന നീക്കത്തിന് തയ്യാറെടുക്കുന്നു. വലിയ തട്ടിപ്പ് പുറത്തുവന്നതോടെ അന്വേഷണം ശക്തമാകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തുന്നു. പണം എവിടേക്ക് പോയി? ആരാണ് ഇതിന് പിന്നിൽ? ആരാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത്? എന്നിങ്ങനെ ഓരോ കാര്യവും പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇതോടെ ഭാസ്കരൻ ചുറ്റുമുള്ള വല മുറുകുന്നു. പക്ഷേ ഭാസ്കർ ഇത്രയും കാലം വെറുതെ ഇരുന്നിട്ടില്ല. തന്നെ കുടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാനുള്ള പദ്ധതി അയാൾ തയ്യാറാക്കുന്നു. തന്നെ ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതിയവരെ തന്നെ അവരുടെ സ്വന്തം കളിയിൽ കുടുക്കാനുള്ള ശ്രമമാണ് ഭാസ്കർ നടത്തുന്നത്. അന്വേഷണം ശക്തമാകുന്നതോടെ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ പിന്നിലെ ആളുകൾ കുടുങ്ങിത്തുടങ്ങുന്നു. ഇതുവരെ വലിയ ശക്തിയോടെ നിന്നിരുന്ന ഹർഷമേയുടെ സാമ്പത്തിക സാമ്രാജ്യവും തകർന്നു തുടങ്ങുന്നു. ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലാകുന്നു. പക്ഷേ ഭാസ്കർ അവസാന നിമിഷം വരെ തന്റെ വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് ഭാസ്കർ മനസ്സിലാക്കുന്നു. താൻ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ കുടുംബവും അപകടത്തിലാകുമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് കുടുംബത്തെയും കൂട്ടി രാജ്യം വിടാൻ തീരുമാനിക്കുന്നു. അമേരിക്കയിൽ പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള വഴിയും അയാൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഭാസ്കർ തന്റെ പണം സുരക്ഷിതമായി മാറ്റാനുള്ള വഴികൾ ഒരുക്കുന്നു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഭാസ്കരനെ പിടിക്കാമെന്ന് കരുതുമ്പോൾ അയാൾ ഇതിനകം അടുത്ത നീക്കം നടത്തിയിരുന്നു. അവസാനം ഭാസ്കർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ കളിയിൽ നിന്ന് പുറത്തുകടക്കുന്നു. അവസാനം ഭാസ്കറും ഭാര്യയും മകനും അമേരിക്കയിലേക്ക് പോകുന്നു. ഒരിക്കൽ 6000 രൂപ ശമ്പളത്തിൽ കുടുംബം പുലർത്താൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന മനുഷ്യൻ ഇപ്പോൾ കോടികളുടെ സമ്പത്തുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഭാസ്കർ തീരുമാനിക്കുന്നു. പക്ഷേ ഭാസ്കറിന്റെ യാത്ര വെറും പണത്തിന്റെ കഥയല്ല. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ തെറ്റായ വഴിയിലേക്ക് പോയത്. പക്ഷേ പണം കിട്ടിത്തുടങ്ങിയപ്പോൾ അതേ പണം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറി. അവസാനം ഭാസ്കർ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ എത്ര പണം സമ്പാദിച്ചു എന്നതിലല്ല കാര്യം, ആ പണത്തിനുവേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്നതിലാണ്. അങ്ങനെ ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരൻ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കോടികളുടെ ലോകത്തേക്ക് എത്തുകയും തന്നെ കുടുക്കാൻ വന്ന എല്ലാവരെയും ബുദ്ധിപൂർവ്വം മറികടന്ന് കുടുംബത്തോടൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് പോകുകയും ചെയ്യുന്ന കഥയാണ് ലക്കി ഭാസ്കർ. ഇതായിരുന്നു ലക്കി ഭാസ്കർ സിനിമയുടെ കഥ. ഇതുപോലെയുള്ള മികച്ച സിനിമകളുടെ കഥകൾ മലയാളത്തിൽ അറിയാൻ നമ്മുടെ ചാനൽ പിന്തുടരാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു സിനിമയുടെ കഥയുമായി കാണാം.